ക്കൊപ്പം ആഷിഖ് കൂടി ചേരുകയാണ്. കരിപ്പൂർ വിമാന അപകടത്തിന്റെ ഇര കൂടിയാണ് ആഷിഖ്. ആഷിഖ് ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ആഷിഖ്, ഓരോ അപകടങ്ങളും നിങ്ങളെ സംബന്ധിച്ച് വലിയ ഞെട്ടലിന്റെ, നിങ്ങൾ അനുഭവിച്ച വേദനകളുടെ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും. ഇപ്പോൾ അഹമ്മദാബാദിൽ കരിപ്പൂരിലുണ്ടായതിനേക്കാൾ വലിയ, രാജ്യത്തെ തന്നെ രണ്ടാമത്തെ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ കടന്നുപോയ വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വീണ്ടും നിങ്ങളുടെ ഓർമ്മകളിലേക്ക് വരികയാണോ? ഈ അപകടം കണ്ടപ്പോൾ എന്തു തോന്നി? അതെ, തീർച്ചയായിട്ടും ഈ അപകടം കണ്ടപ്പോൾ തന്നെ, അറിഞ്ഞത് മുതൽ തന്നെ വല്ലാതെ മനസ്സ് അസ്വസ്ഥരാണ്. വളരെയധികം വേദനിക്കുന്നുണ്ട്. ഞങ്ങള് ഫ്ലൈറ്റിൽ 184 യാത്രക്കാരായിരുന്നു. അതിൽ 21 പേരാണ് മരണപ്പെടുന്നത്. 163 പേര് സർവൈവ് ചെയ്തു. ജീവിതം അവര് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ 242ഓളം വരുന്ന ആളുകൾ, അതിലൊരാൾ മാത്രമാണ് രക്ഷപ്പെടുന്നത്. ഞങ്ങള് ദുബായിൽ നിന്ന് കയറി അത് നമ്മുടെ നാട്ടിലേക്ക്, കരിപ്പൂരിലേക്ക് എത്തുന്നതിന്റെ കുറച്ച് മുന്നേ വെച്ചിട്ടാണ് ഫ്ലൈറ്റ് തകരുന്നത്. ഇവിടുത്തെ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന്റെ സെക്കൻഡുകൾക്കകം ഈ ഫ്ലൈറ്റ് ഇവിടെ തകരുകയാണ്. ഇത്രയും നിറയെ യാത്രക്കാരുമായിട്ട് ലണ്ടനിലേക്ക് പോകുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏത് സമയവും ചില ശബ്ദങ്ങൾ, ചില ആക്സിഡന്റുകൾ, നമുക്ക്, അതായത് ഞങ്ങളെ ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് മാറി ഭൂമിയിലോട്ട്, അതായത് മറ്റ് റൺവേ കഴിഞ്ഞിട്ട് ഓടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ജർക്ക് ചെയ്തിട്ട് ആ ഒരു വല്ലാത്തൊരു ശബ്ദത്തോട് കൂടിയിട്ടാണ് ഫ്ലൈറ്റ്. ഇതെന്താണ് സംഭവിക്കുന്നത്? നമ്മൾ, അതായത് കോവിഡിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നല്ലോ ഞങ്ങളെ യാത്ര. 2020 ഓഗസ്റ്റ് 7, അതായത് ദുബായിക്കാരെ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ദുബായിക്കാരെ കണ്ടാൽ കല്ലെറിയുന്ന ഒരു അവസ്ഥയിൽ, അത്രമാത്രം കോവിഡ് പാനിക്കിലേക്കാണ് ഞങ്ങൾ വന്നിറങ്ങുന്നത്. ജോലി നഷ്ടപ്പെട്ട ആളുകൾ, പരസ്പരം കണ്ടാൽ അറിയാത്ത ഒരുപാട്, കാരണം PPE കിറ്റ്, മാസ്ക് ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ പരസ്പരം അറിയുന്നില്ല. കൂടെ യാത്ര ചെയ്യുന്നത് ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നില്ല. എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, എൻ്റെ 4 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കൂടെ ഇരിക്കുന്ന ആളുകളെ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ആരും പരസ്പരം സംസാരിച്ചിട്ടില്ല. വാഷ്റൂം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം. ആരും അതിൽ വാഷ്റൂമിൽ പോലും പോകാൻ ധൈര്യപ്പെട്ടിട്ടില്ല. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി, ക്വാറന്റൈനിൽ ഇരിക്കണം, നമ്മുടെ വീട് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ട് വീട്ടുകാരിയ്ക്കുക, അങ്ങനെ എല്ലാം ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ വന്നിറങ്ങുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ അപകടം നടക്കുന്നത്. അത്രമാത്രം ഒരു പാനിക് സിറ്റുവേഷനിൽ ഞങ്ങൾ വന്നിറങ്ങുകയും, അത് ആദ്യത്തെ ലാൻഡിങ്ങിൽ പൂർണ്ണമാവാതെ വീണ്ടും ഫ്ലൈറ്റ് പൊക്കി, പിന്നെ കുറെ കൂടെ ഓടി അരമണിക്കൂറോളം റൗണ്ട് ചുറ്റി, പിന്നീടാണ് രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് വന്നിറങ്ങുന്നത്. റൺവേയും കഴിഞ്ഞു. റൺവേ കണ്ടപ്പോൾ സമാധാനമായി. കാരണം ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന, മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം, നമ്മുടെ നാടെത്തി എന്നുള്ളത്. കാരണം പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരാണ് അതിനകത്തുള്ള മിക്ക ആളുകളും. അതിൽ നമ്മൾ എങ്ങനെയും നാട്ടിലെത്തി എന്നുള്ള ആ ഒരു ധാരണയിൽ എത്തുന്നത്. പിന്നീട് കിട്ടുന്ന ഒരു ശബ്ദമുണ്ട്, ഒരു നമുക്ക് വല്ലാതെ അങ്ങ് ജർക്ക് ചെയ്തിട്ട്, അപ്പോഴേക്കും ഉള്ളിലുള്ള ക്യാബിൻ ഉറക്കപ്പെടുന്നു. കുട്ടികൾ അമ്മമാരുടെ മടിയിൽ നിന്നുള്ള കുട്ടികൾ താഴെ വീഴുന്നു. ഇതൊക്കെ എന്താ ഒരു, നമുക്കൊന്നും വിശ്വസിക്കാനോ ഞങ്ങളുടെ മനസ്സിനെ തന്നെ ബോധ്യപ്പെടുത്താനോ ഞങ്ങൾക്ക് സാധിക്കാത്ത. അതിലിടയിൽ പിറകിൽ നിന്ന് ആളുകൾ ഈ മരണസമയത്ത് ചെല്ലുന്ന, ഞങ്ങൾ ഷഹാദത്ത് ചെല്ലാൻ പറയുന്നു. അവിടെ കരച്ചിൽ നടക്കുന്നു. ഞാൻ എൻ്റെ സഹോദരനെ കെട്ടിപ്പിടിക്കുന്നു. ഞങ്ങൾ പരസ്പരം അങ്ങിങ്ങും കൈ കോർത്ത്, പിന്നീട് ഞങ്ങൾ കണ്ണു തുറക്കുമ്പോൾ എന്താ പറയാ, ഒരു മേലെ ഞങ്ങൾ മഴ വീഴുന്നതായിട്ടാണ്. അതായത് ഫ്ലൈറ്റ് പൊളിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ സീറ്റിലാണ് ഇരിക്കുന്നത്, ഞാനും ബ്രദറും. ആ മഴയാണ് ഞങ്ങളെ നനച്ചത്, ഞങ്ങളെ ഉണർത്തിയത്. പിന്നെ ഈ പറയുന്ന പോലെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടായില്ല, ഫ്ലൈറ്റ് കത്തിപ്പിടിച്ചില്ല. കേരളത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഴ അന്നായിരുന്നു. ഏറ്റവും നല്ല ജനങ്ങൾ, ഏറ്റവും കൊണ്ടോട്ടിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്നവർ കോവിഡ് മറന്ന്, അന്നത്തെ ആ മഹാമാരിയെ മറന്നുകൊണ്ട് ഞങ്ങളെ 2 കൈകളിലെടുത്ത് ഓടിയത്, ഞങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് തന്നത്. അതുകൊണ്ട് 21 ആളുകൾ മാത്രമാണ് ഞങ്ങളിൽ നിന്ന് പോയത്. ബാക്കി 161 പേര് അവരുടെ ആ ഒരു മനസ്സുകൊണ്ട്, മനസാന്നിധ്യം കൊണ്ട്, അവരുടെ നന്മ കൊണ്ട് രക്ഷപ്പെട്ടവരാണ്. ആ ഒരു പ്രവർത്തനമാണ് ഇതിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ അപകടം കണ്ടതും, നമ്മൾ ഇതിലൊരു മലയാളിയായ ഒരു സഹോദരിയെ കണ്ടു, ഒമാനിലുള്ള നഴ്സ്. എന്തായാലും അതൊക്കെ നമുക്ക് ഈ ഓർമ്മകളിലേക്ക് തന്നെ എത്തുന്നത്. നിറയെ ആളുകൾ വിളിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള പല ഗ്രൂപ്പുകളുണ്ട്. MDF ആണ് ഞങ്ങളെ ഒരു കോർഡിനേഷനിലേക്ക് കൊണ്ടുവന്നത് ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ ഗ്രൂപ്പിലൊക്കെ സജീവമായിട്ട് ഓരോ കാര്യങ്ങൾ, ഓരോ ആളുകളുടെ എക്സ്പീരിയൻസും അവരുടെ സങ്കടങ്ങളും ആ കാര്യങ്ങളൊക്കെ കുറേയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഷിഖ്, ഈ ഒരു അപകടത്തിലേക്ക് പോകുന്നു എന്നത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ ആ ഘട്ടത്തിൽ? പല അനുഭവങ്ങൾ അന്ന് മാധ്യമങ്ങളിലൊക്കെ നിറയെ വന്നിരുന്നു. പലരും ഇതിപ്പോൾ ഏതാണ്ട് 1:38 ടേക്ക് ഓഫ് ഉണ്ടാകുന്നു, 5 മിനിറ്റിനുള്ളിൽ തീഗോളമായ വിമാനം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ
എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും ഒരുപക്ഷെ യാത്രക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ ഇതേപോലെ 1:38 എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റും ഏകദേശം 1:38 അവിടുന്ന് ടെർമിനൽ 2 ദുബായിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നത്. ഇവിടെ 7:45 ഇറങ്ങേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. 2 അനൗൺസ്മെന്റ് ആണ് അന്ന് ഫ്ലൈറ്റിൽ ആകെ ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഫ്ലൈറ്റ് ഡിപ്പാർച്ചറിന്റെ മുമ്പേ ക്യാപ്റ്റനെ കുറിച്ച് പരിചയപ്പെടുത്തി, നമ്മൾ പറക്കേണ്ട സ്ഥലത്തെക്കുറിച്ച്, ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്നല്ലാതെ അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ നമ്മൾ ലാൻഡിങ് സമയത്ത് നമ്മുടെ കരിപ്പൂരെത്തുമ്പോൾ മറ്റ് എവിടെയാണോ ലാൻഡിങ് ചെയ്യണമെന്ന് വെച്ചാൽ അതിന്റെ മുന്നേ ഒരു അനൗൺസ്മെന്റ്, ഈ 2 അനൗൺസ്മെന്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയത് തന്നെ, നമ്മൾ സാധാരണ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ അവിടെ എയറോസ്റ്റ്, അവിടെ ക്യാബിൻ ക്രൂ അംഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിലൊരാൾ നിന്നിരുന്നു. ബാക്കി ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ ചെന്നിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ സീറ്റിനകത്ത് ഒരു ബെന്നും ഒരു ഗ്ലാസ് വെള്ളവും ഒരു കുപ്പി വെള്ളവും ഞങ്ങളുടെ സീറ്റിൽ കിടക്കുകയാണ്. അത് നേരെ ഞങ്ങൾ എടുത്ത് നേരെ ആ പോച്ചിൽ ഫ്രണ്ടിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ ക്രോസ് ചെയ്തിട്ട് ഒരു ക്യാബിൻ ക്രൂ നടന്നിട്ട് പോലുമില്ല. മൊത്തത്തിൽ അതായത് ഒരു ശോകം നിറഞ്ഞ അന്നത്തെ അവസ്ഥ അറിയാലോ. അതായത് അത് ആ ഫ്ലൈറ്റ് മൊത്തമേ അങ്ങനെ തന്നെ ആയിരുന്നു. ആ ഒരു വല്ലാത്തൊരു ചൂടായിരുന്നു ആ സമയത്ത് ദുബായിൽ. അപ്പൊ ആ ചൂടത്ത് കുറെ ഞങ്ങൾ ബസ്സിൽ വന്നിട്ടാണ് ബസ് കയറുന്നത്. സാധാരണ അങ്ങനെ ആയിരുന്നില്ല. ആ മൊത്തത്തിലെ എല്ലാം ഞങ്ങൾക്കൊരു മൊത്തത്തില് ആകെ ഡിസ്റ്റർബഡ് ആണ് എല്ലാവരും. ഇതും കൂടെ ആയപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ 2 അനൗൺസ്മെന്റ്, ഇത് അപകടം നടക്കുന്നതായിട്ട് ഞങ്ങൾക്കൊരു ഒരു ഫ്യൂ സെക്കൻഡിന് മുന്നിൽ മാത്രം പിറകിൽ നിന്ന് ആരോ വിളിച്ചു പറയുകയും എല്ലാവരും ദൈവത്തെ വിളിക്കൂ, ഷഹാദത്ത് കലിമ ചൊല്ലൂ എന്നുള്ള ഒരു ആഹ്വാനാണ് പുറകിൽ നിന്ന് കേൾക്കുന്നത്. കുട്ടികളെ കരച്ചില്. പിന്നീടൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സെക്കൻഡുകൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷമാണ് ഞങ്ങൾ ഉണരുന്നത്, കണ്ണ് തുറക്കുന്നത്. ഞാനുണ്ടായിരുന്നു, എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, എൻ്റെ 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്തായാലും ഓരോ ദുരന്തവും ബാക്കി വെക്കുന്നത് നീറുന്ന വേദനയും ഓർമ്മകളും ഒക്കെയാണ്. ഇവിടെ ഇപ്പോൾ 242 പേരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. അത്രയധികം വേദനിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ ബാക്കിയാകുന്നുണ്ട്. ഒരു കുടുംബം ഒന്നാകെ ഇല്ലാതായതിൻ്റെ കണക്കുകൾ വരുന്നുണ്ട്. കുട്ടികളും 11ഓളം കുട്ടികൾ ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്ന വിവരം, നീറുന്ന വിവരം വരുന്നുണ്ട്.